പ്രമേയ രോഗി ആയിട്ടുള്ള ആളുകൾക്ക് രക്തദാനം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരും പേടിക്കേണ്ട കാര്യമില്ല, യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. പ്രമേയ രോഗികൾ ചക്കപ്പഴം കഴിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ ചക്ക നമുക്ക് കഴിക്കാം, പക്ഷേ ചക്കപ്പഴം ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഒരു ഫ്രൂട്ടിൽ പെടുത്തിയാണ് പറയുന്നത്. ഞാവൽപ്പഴം, ഈ പോമഗ്രാനൈറ്റ്, മാതള നാരങ്ങ, പപ്പയ, പേരയ്ക്ക, ഈ വക പഴങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ നോക്കി നമ്മൾ ഉപയോഗിക്കേണ്ടത്. മത്സ്യമാംസങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചെറിയ മീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ കൊഴുപ്പുള്ള മത്സ്യവും മാംസവും നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാംസം ഉപയോഗിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഈ അരിഷ്ടത്തിനും ലേഹ്യത്തിനും എഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന ആളുകളുണ്ട്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? അരിഷ്ടം നല്ല പ്രയോജനമുള്ള മരുന്നാണ്, പക്ഷെ അത് വളരെ കാലം തുടർച്ചയായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ സ്വയം ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരിപ്പോൾ ഈ അസുഖം മാറാൻ ഇന്ന് ഒറ്റമൂലി കഴിക്കൂ, അല്ലെങ്കിൽ മറ്റേ അസുഖം മാറാൻ ഇത് കഴിക്കൂ, പെട്ടെന്ന് നമുക്ക് കൺട്രോൾഡ് ആവാന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് ഭയങ്കര തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു കാര്യമല്ലേ? അത്തരത്തിൽ എന്തെങ്കിലും അങ്ങനെ ഈ ഒറ്റമൂലികൾ കഴിച്ച് ഈ ഫേക്ക് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കഴിച്ച് പ്രശ്നമായി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് വന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതല്ല, എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ നമ്മൾ ഫേക്കായിട്ടുള്ള ഐഡിയ വെച്ച് ഒരു കാരണവശാലും സെൽഫായിട്ട് നമ്മൾ ചികിത്സിക്കരുത്. അതുപോലെ തന്നെ ഈ ഒറ്റമൂലി പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒറ്റമൂലി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. കാരണം ഒറ്റമൂലികൾ എപ്പോഴും എല്ലാവരിലും ഒരുപോലെ അത് പ്രയോജനപ്രദം ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പം കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. പിന്നെ പ്രമേഹ രോഗത്തിന് ഒരു കാരണവശാലും നമ്മൾ ദീർഘകാലം ഒറ്റമൂലി പ്രയോഗം ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല. പലപ്പോഴും പലരും, അതായത് എൻ്റെ ഇരിക്കെ പേഷ്യൻസ് ധാരാളം വന്നിട്ടുണ്ട്. അതിൽ ഈ ഇരുമ്പമ്പുളി എന്ന് പറയുന്ന സാധനം കൊളസ്ട്രോളിന് നല്ലതാണെന്നും പറഞ്ഞ് അതിൻ്റെ ജ്യൂസ് അടിച്ചു കുടിച്ച് റീനൽ ഫെയിലിയറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാന്താരിമുളക് ഇതേപോലെ കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞ് അതും ഇതുപോലെ തന്നെ അടിച്ച് ജ്യൂസാക്കിയും അതുപോലെ അച്ചാറിട്ടും എല്ലാം കഴിച്ച് ലിവറിനും കിഡ്നിക്കും പ്രോബ്ലമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒറ്റമൂലികൾ ഉപയോഗിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ ഈ പ്രമേയ രോഗികൾക്കും, അവർ മനുഷ്യരാണല്ലോ, അവർക്കും ഷുഗറൊക്കെ കഴിക്കാൻ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റൂല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കുന്നത് നല്ലതാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല തന്നെയാണ്. കാരണം പ്രമേഹം ഇപ്പം ഒരു ലൈഫ് ലോങ് ഡിസീസാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആ ലൈഫ് ലോങ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല അത് പല പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. വേറൊരു കാര്യം ചോദിക്കാനുള്ള ചക്കപ്പഴത്തിനെ കുറിച്ചിട്ടാണ്. ഈ പ്രമേയ രോഗികൾ ചക്കപ്പഴം കഴിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഇത് ഇപ്പം ഈ ചക്കയും ചക്കപ്പഴത്തെയും കുറിച്ചും ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ചക്ക നമുക്ക് കഴിക്കാം, പക്ഷേ ചക്കപ്പഴം ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട ഒരു ഫ്രൂട്ടിൽ പെടുത്തിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സപ്പോട്ട നമ്മൾ പൂവമ്പഴം, ഈ പഴങ്ങളൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാൻ പാടില്ലാത്ത പഴങ്ങളാണ്. മറ്റ് പഴങ്ങൾ ഇപ്പോൾ ഞാവൽപ്പഴം, അതുപോലെ തന്നെ ഈ പോമഗ്രാനൈറ്റ്, മാതള നാരങ്ങ, പപ്പയ, പേരയ്ക്ക, ഈ വക പഴങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ എപ്പോഴും നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ നോക്കി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സിനെ കുറിച്ച്, പഴങ്ങളെ കുറിച്ച് സംസാരിച്ചു. പൊതുവെ നമ്മൾ ഈ പ്രമേഹ രോഗികൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ജനറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ? ഇത് പ്രമേഹ രോഗികൾ 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അരി, പ്രത്യേകിച്ച് ഈ തവിട് കളയാത്ത അരി, അതുപോലെ ഗോതമ്പ്, അതുപോലെ യവം, പിന്നെ നമ്മൾ പറയുന്ന തൃണധാന്യം അല്ലെങ്കിൽ മില്ലറ്റ്സ്, ഇത് തിന, വരക്, ചാമ, ഈ വക സാധനങ്ങൾ നമുക്ക് മെയിൻ ഭക്ഷണത്തിന് ഉപയോഗിക്കാം. പിന്നെ കറികൾക്ക് വെജിറ്റബിൾസ്, അതായത് പാവയ്ക്ക, കോവയ്ക്ക, അതുപോലെ തന്നെ പടവലങ്ങ, പീച്ചിങ്ങ,
ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇലക്കറികൾ, അതായത് മുരിങ്ങയില, അതുപോലെ ഈ കൊഴുപ്പ, ചീരയില, ഈ അഗസ്ത്യ ചീരയുടെ ഇല, പൂവ്, മുരിങ്ങക്കായ, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ മത്സ്യമാംസങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചെറിയ മീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ കൊഴുപ്പുള്ള മത്സ്യവും മാംസവും നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മാംസം ഉപയോഗിക്കുമ്പോൾ അത് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കറി വെച്ച് ഉപയോഗിച്ചാൽ കൊഴുപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ കറിക്ക് ഈ ചെറുപയർ, കടല, അതുപോലെ വൻപയർ, മുതിര, ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കാം. അതിൽ ചെറുപയർ വളരെ പ്രാധാന്യമുണ്ട് പ്രമേഹ രോഗിയുടെ ആഹാരക്രമത്തിൽ. ഈ അരിഷ്ടവും ലേഹ്യമൊക്കെ ആണല്ലോ നമ്മൾ ആയുർവേദത്തിൽ കൂടുതലായി നമ്മൾ എന്തെങ്കിലും അസുഖത്തിന് വരുമ്പോൾ തരുന്നത് അതാണല്ലോ. അപ്പൊ ഈ പ്രമേഹം മാറ്റാൻ ഈ അരിഷ്ടമായാലും ലേഹ്യമായാലും സഹായകമാകും? ഇല്ല, നമ്മൾ പ്രമേഹ രോഗിയിൽ പ്രമേഹം മാറ്റാൻ അരിഷ്ടവും ലേഹ്യവും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് മറ്റ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് പെട്ടെന്നൊരു പനി വരികയോ അങ്ങനെ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് അരിഷ്ടവും ലേഹ്യവും വല്ല 1-2 ദിവസങ്ങൾ വേണേൽ അത്യാവശ്യം ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ശർക്കര ചേരുന്നത് കൊണ്ട് അതൊരു ലോങ് ഡ്യൂറേഷനിൽ അരിഷ്ടവും ലേഹ്യവും ഒന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ അരിഷ്ടത്തിനും ലേഹ്യത്തിനും എഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന ആളുകളുണ്ട്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? ഒരു കാരണവശാലും അരിഷ്ടം അങ്ങനെ നമ്മൾ കഴിക്കാനേ പാടില്ല. ആയുർവേദത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള ഒരു കൽപ്പനയാണ് അരിഷ്ട കൽപ്പന. പക്ഷേ അത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിൻ്റെ അതേപോലെയുള്ള ഒരു കോംപ്ലിക്കേഷൻസ്, അതായത് ലോങ് ഡ്യൂറേഷനിൽ യൂസ് ചെയ്താൽ ഉണ്ടാകും. രോഗത്തിനനുസരിച്ച് മാത്രം അരിഷ്ടം ഉപയോഗിക്കാം. അരിഷ്ടം നല്ല പ്രയോജനമുള്ള മരുന്നാണ്. പക്ഷെ അത് വളരെ കാലം തുടർച്ചയായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഈ പ്രമേയ രോഗി ആയിട്ടുള്ള ആളുകൾക്ക് രക്തദാനം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രമേഹ രോഗി രക്തദാനം ചെയ്യുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. കാരണം അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ല. പക്ഷേ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ പ്രമേയ രോഗികളുടെ രക്തത്തിൽ ഈ പഞ്ചസാരയുടെ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബ്ലഡ് വേറൊരു പേഷ്യൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു മിഥ്യാധാരണ ആളുകൾക്കുണ്ട്. ആരും പേടിക്കേണ്ട കാര്യമില്ല, യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. നേരത്തെ നമ്മൾ യോഗയെ കുറിച്ചും ജിമ്മിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ പ്രമേയ രോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ എക്സസൈസസ് ചെയ്യാൻ പറ്റും? ഇത് ഇവിടെ വ്യായാമത്തിൻ്റെ പ്രാധാന്യമാണ്. പ്രമേഹത്തിൽ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നല്ല ഡൈജസ്റ്റീവ് പവർ ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ അമിതഭാരം കുറയ്ക്കാൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് ലഘുത്വം ഉണ്ടാവുകയും നമ്മുടെ സർക്കുലേഷൻ, ബോഡിയിൽ സർക്കുലേഷൻ വളരെയധികം കൂട്ടുന്നു. സർക്കുലേഷൻ വളരെയധികം കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ അംഗങ്ങൾക്ക് ശരിക്കും നല്ല മൊബിലിറ്റി ഉണ്ടാകാനും അത് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിലെ കോംപ്ലിക്കേഷൻസിനെ ഒരു പരിധിവരെ അതായത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സ്ഥിരമായിട്ടും ചിട്ടയായിട്ടും നമ്മൾ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം നടത്തം, അതുപോലെ തന്നെ സൈക്ലിങ്, സ്വിമ്മിങ്, അതൊക്കെ അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ച് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വ്യായാമം പ്രമേഹം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആ ഒരു ലെവലിൽ ഒരു സ്ട്രെസ്സോട് കൂടി ഒരു കാരണവശാലും നമ്മൾ വ്യായാമം ചെയ്യരുത്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ വ്യായാമം എൻജോയ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ഏത് കാര്യവും എൻജോയ് ചെയ്ത് ചെയ്യുമ്പോഴും അത് നമ്മളൊരു ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രെസ്സോട് കൂടി ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് 2 രീതിയിലാണ്. സാധാരണഗതിയിൽ ഒരു വ്യായാമം ചെയ്യുന്ന ഒരു ദിവസം അരമണിക്കൂർ മാത്രം മതിയാവും. പക്ഷേ ഈ വ്യായാമവും രോഗിയുടെ ആരോഗ്യം, അതുപോലെ തന്നെ പ്രായം, അതുപോലെ തന്നെ ക്ലൈമറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്തിരിക്കും. ഇപ്പോൾ ആയുർവേദ ശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ആരോഗ്യം, അതായത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് എത്ര ചെയ്യാൻ പറ്റുന്നോ അതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ വ്യായാമം ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം വിൻ്റർ,
അതുപോലെ സമ്മർ, ഈ സമയത്തൊക്കെ നമുക്ക് ശരീരബലം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പകുതി ശക്തിക്കനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വ്യായാമം ചെയ്യാം. പക്ഷേ ഈ ഉഷ്ണകാലത്ത് വ്യായാമം വളരെ കുറച്ചേ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്ത് നമ്മൾ വ്യായാമം ചെയ്യാനായിട്ട് സെൽഫായിട്ട് ഇങ്ങനെ അറിഞ്ഞു വ്യായാമം ചെയ്യണം എന്നുള്ള ആ ഒരു ബോധത്തിൽ പല പേഷ്യൻസും എൻ്റെ എനിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ 1-2 മൈൽ അങ്ങ് നടന്നിട്ട് ആകെ അവശതയായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങും, ആദ്യം ഒരു 10 മിനിറ്റ് ചെയ്യുക, പിന്നെ ഓരോ ദിവസം പതുക്കെ കൂട്ടി അങ്ങനെ ഗ്രാജുവലായിട്ട് നമ്മുടെ ബോഡിയായിട്ട് അത് അഡ്ജസ്റ്റഡ് ആകണം. അങ്ങനെ അരമണിക്കൂർ ഡെയിലി നമ്മൾ വ്യായാമം ചെയ്താൽ മതി. ഒരാഴ്ചയിൽ 5-6 ദിവസം എങ്കിലും നമ്മൾ കുറഞ്ഞത് ഇതേ രീതിയിൽ നമ്മൾ വ്യായാമം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ വ്യായാമം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് ആഹാരം കഴിക്കാതെയാണ് നമ്മൾ വ്യായാമം ചെയ്യാറുള്ളത്. ആ വ്യായാമം ചെയ്യുമ്പോൾ പ്രമേഹ രോഗിയാണെങ്കിൽ അവർക്ക് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ഷീണം തോന്നിയാൽ അപ്പം തന്നെ അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കരുത്, അപ്പം തന്നെ നമ്മൾ വ്യായാമം നിർത്തിക്കണം. അതുപോലെ തന്നെ ആഹാരം കഴിച്ചിട്ട് ഒരു 100 സ്റ്റെപ്പെങ്കിലും നടക്കുന്നത് ആ ഡൈജഷൻ ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. അപ്പം അതുകൊണ്ട് അധിക ദൂരമല്ല, ഒരു 100 സ്റ്റെപ്പെങ്കിലും നടക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് ഈ പലർക്കും നമ്മൾ ആഹാരശേഷം ഇങ്ങനെ കുറച്ച് നടക്കുന്നത് കൊണ്ട് ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നന്നായിട്ട് കുറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ ഒരു കാരണവശാലും നമ്മൾ വ്യായാമം ചെയ്യാൻ പാടില്ല. ചെരുപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിന് അനുയോജ്യമായ ചെരുപ്പ് മാത്രമേ യൂസ് ചെയ്യാവൂ. ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ യൂസ് ചെയ്യാൻ പാടില്ല. കാലിൻ്റെ ഫ്രിക്ഷനോ അല്ലെങ്കിൽ മുറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ചിട്ടയായ ജീവിതം എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും എത്ര മണിക്ക് ഉറങ്ങണം, എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണിക്ക് ഈ 3 നേരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം? ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നത് ബ്രാഹ്മി മുഹൂർത്തി ഉത്തിഷ്ഠ എന്ന, അതായത് 4 മണിക്ക് എണീക്കാനാണ് പറയുന്നത്. അപ്പം 4 മണിക്ക് അല്ലെങ്കിൽ 4:30-5 മണിക്കെങ്കിലും നമ്മുടെ രീതിയിൽ നമ്മൾ എണീറ്റ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ബ്രീത്തിങ് എക്സർസൈസ് പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പ്രാണായാമം, അതല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്നത് ഈ സമയത്ത് പഠിക്കുന്നത് വളരെ നല്ലതായിട്ടാണ് പറയുന്നത്. അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ പ്രഭാതകർമ്മങ്ങൾ, അതായത് ബ്രഷ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കുളിച്ചു, അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇപ്പം 4-4:30 മണിക്ക് എണീക്കുന്ന ഒരാളിന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വിശപ്പ് വരാം. അപ്പോൾ നമുക്ക് വിശപ്പ് വന്നാൽ മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവൂ. അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ, അതായത് 1 മണിക്കും 2 മണിക്കുള്ളിൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ആകുമ്പോഴത്തേക്ക് ചെറിയൊരു സ്നാക്സ് എന്തെങ്കിലും കഴിച്ച് നമ്മൾ ചായ നമ്മുടെ ശീലത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. രാത്രിയിൽ നമ്മൾ 8 മണിക്ക് മുമ്പ് നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ ശീലം ഇപ്പം പലർക്കും അനാരോഗ്യകരമായ ഒരു ഉറക്കശീലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കുട്ടികളിലും അത് വലിയവരിലും ഉണ്ട്. കുട്ടികൾ എപ്പോഴും ഇപ്പം രാത്രിയിൽ ഒരു 1 മണി 2 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി പിന്നെ എണീക്കുന്നത് ലേറ്റായിട്ട് എണീക്കുന്നത്. പിന്നെ നമുക്ക് ക്ഷീണം വരികയും ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രായം ചെന്നവരും ഇതേ ഒരു ശൈലിയിൽ പോകുന്നവരാണ് കൂടുതലും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റായിട്ട് കിടക്കുന്നു, ലേറ്റായിട്ട് എണീക്കുന്നു, എണീറ്റതിന് ശേഷം രാവിലെ ചെയ്യേണ്ടതായ ഡെയിലി റൂട്ടീൻസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പല്ല് തേച്ച് എണ്ണ തേച്ച് കുളിച്ച് നമ്മൾ ജോലിക്ക് പോകാനുള്ളവരാണ്, അങ്ങനെയാണ് സാധാരണഗതിയിൽ പോകുന്നത്. പക്ഷേ ഇന്ന് ആർക്കും അതിന് സമയം കിട്ടുന്നില്ല, കാരണം ലേറ്റായിട്ട് എണീക്കുന്നത്. അപ്പം തല കുളിക്കാതെ ദേഹം മാത്രം കുളിച്ചിട്ട് പോകുന്ന ഒരു ശീലത്തിലേക്കാണ് മിക്കവാറും പേരും എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ കുളിക്കാത്തത് കൊണ്ട് വൈകുന്നേരം വന്ന് കുളിക്കും. അപ്പം വൈകുന്നേരം നമ്മൾ തല നനച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജലദോഷവും അലർജിക്കായിട്ടുള്ള പല രോഗങ്ങളും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെയാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. ഉറക്കം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നമുക്ക് ശരിയായ രീതിയിൽ നിലനിർത്താൻ പറ്റുള്ളൂ. ആഹാരവും ഉറക്കവും വ്യായാമവും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ്. ഈ ഇൻസുലിൻ കൊണ്ട് മാത്രം ചികിത്സിച്ച് ഒരു കൺട്രോളിലെത്തുന്ന ഒന്നാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. അതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ ഈ ടൈപ്പ് 1 ഡയബറ്റിക്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഇൻസുലിൻ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന പ്രമേഹത്തിന് ഇൻസുലിൻ കൊണ്ട് മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അവിടെ ആയുർവേദത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രസായന എഫക്റ്റുള്ള മരുന്നുകളുടെ പ്രയോഗം കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഈ ഇൻസുലിൻ്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ആ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാനായിട്ട് ഈ രസായന എഫക്റ്റുള്ള മരുന്നുകളുടെ പ്രയോഗം കൊണ്ട് വളരെ പ്രയോജനപ്രദമായി കണ്ടിട്ടുണ്ട്. ഈ ഡയബറ്റിക്സ് രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പാദ സംരക്ഷണം. നമ്മളെ നോർമലി എല്ലാവരും പാദം സംരക്ഷിക്കേണ്ടതുണ്ട്, പക്ഷെ ഡയബറ്റിക്സ് രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ കാലുകൾ ഭയങ്കര വൃത്തിയായി നീറ്റായി സൂക്ഷിക്കുക എന്നത്. അത് എന്തുകൊണ്ടാണ് ഡോക്ടറെ? അതായത് പ്രമേഹ രോഗിയിൽ അവരുടെ നാഡികളെയും അതുപോലെ ധമനികളെയും ഒക്കെ ബാധിച്ചിട്ട് അവർക്ക് കാലിലേക്കുള്ള സെൻസേഷനൊക്കെ കുറവ് വരാം. അവർ നടക്കുമ്പോഴത്തേക്ക് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് പഞ്ഞിയിൽ ചവിട്ടി നടക്കുന്ന ഒരു ഫീലിങ്സ് പലർക്കും അനുഭവപ്പെടാം. അപ്പം അതുകൊണ്ട് മുറിവൊന്നും ഉണ്ടായാൽ അവർക്ക് ചിലപ്പം അത് മനസ്സിലാക്കാൻ പറ്റാതിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാത്രിയിൽ കാലൊക്കെ കഴുകി തുടച്ച് എന്തെങ്കിലും വ്രണമോ അല്ലെങ്കിൽ മുറിവോ എന്തെങ്കിലും കളർ ചേഞ്ചോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് വിരലുകളൊക്കെ മുറിയാതെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. കാലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് മാത്രം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നവംബർ 14 പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അങ്ങനെ ഒരു ദിവസത്തിന് ആചരിക്കുന്നതിന്റെ ഇത് ഓരോ രോഗത്തിനും ഓരോ ദിനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ നവംബർ 14 അല്ലെങ്കിൽ 14 പ്രമേഹ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പ്രമേഹത്തിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈനയാണ് പ്രമേഹത്തിലെ ഫസ്റ്റ് റാങ്ക് നിൽക്കുന്നത്, ഇന്ത്യക്കാണ് സെക്കൻഡ് റാങ്ക്. പക്ഷേ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഇന്ത്യയാണ് ഫസ്റ്റ് റാങ്ക്. ഇനി കേരളമാണെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ടാണ് നിൽക്കുന്നത്. അത്രയ്ക്കും പ്രമേഹ രോഗികളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രമേഹ ദിനാചരണത്തിൽ കൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ പ്രമേഹം വരാത്തവർക്ക് എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതായത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, അതായത് ആഹാര നിയന്ത്രണം, ഈ ചിട്ടയായിട്ടുള്ള വ്യായാമം, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം ഉണ്ടാകാതിരിക്കാം എന്നുള്ള ഒരു അവബോധം നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രമേഹ ദിനാചരണത്തിൻ്റെ ഒരു ലക്ഷ്യം. ഇനി പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഈ പ്രമേഹം ഇങ്ങനെ തുടർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഈ ആഹാര നിയന്ത്രണത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും ഇമ്പോർട്ടൻസ് അവരിലും കൂടെ എത്തിച്ച് ഒരു ചിട്ടയായ ജീവിതം ചെയ്യാൻ അവർക്ക് നമ്മൾ ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ പ്രമേഹ ദിനാചരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര സമയം പ്രമേഹത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച ഡോക്ടർ KK രമണിയാണ്. നമുക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു ഇന്റർവ്യൂ സെഷനിലൂടെ നമുക്ക് കിട്ടി. ഒരുപാട് പ്രമേഹ രോഗികൾ, അതായത് കേരളത്തിലൊരു 50% ഉണ്ടാവില്ലേ പ്രമേഹ രോഗികൾ, ഇപ്പൊ പറഞ്ഞു 24% അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആണ്. ഇനി പ്രമേഹം ഉണ്ടാവോ എന്ന് ഡൗട്ടുള്ളവർക്ക് ഒരു പ്രിവെന്റേറ്റീവ് മെഷർ എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഇന്റർവ്യൂവിനെ കാണാം. താങ്ക് യു ഡോക്ടർ.